കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൗതുകം നടത്തിയ ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു. കേരളത്തിലെ ഒരു തിയേറ്ററിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ചിത്രമായിരുന്നു അത്. 3 സ്ക്രീനിൽ ഒന്നിൽ ആടുജീവിതം, മറ്റ് 2 സ്ക്രീനുകളിൽ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും. 3ഉം ഹൗസ്ഫുൾ. അതായത് മലയാളം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത അത്യപൂർവ കാഴ്ച. അതിഗംഭീര കളക്ഷനുമായി ആടുജീവിതം കുതിക്കുമ്പോൾ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. തുടരെയുള്ള റിലീസുകൾ, ക്ലാഷ് റിലീസുകൾ, കണ്ടന്റിൻ്റെ ക്വാളിറ്റി എന്നിവയിലൊക്കെ മനമെടുത്താണ് പ്രേക്ഷകർ തിയേറ്റർ വിട്ടകന്നതെന്നായിരുന്നു തിയേറ്റർ ഓണേഴ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ പൊളിക്കുന്നതാണ് മോളിവുഡിൻ്റെ ഈ കുതിപ്പ്. ഇറങ്ങുന്ന സിനിമകളുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകുന്നത്. 200ഉം അതിനു മുകളിലും ടിക്കറ്റിന് കൊടുത്ത് വണ്ടിയുമായി തിയേറ്ററിലെത്തി എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന ശരാശരി മലയാളി അവനൊരു സിനിമയ്ക്ക് ചെലവഴിക്കുന്ന തുകക്ക് അനുസൃതമായ എൻ്റർടൈൻമെൻറ്റ് ആ സിനിമ നൽകാതിരിക്കുമ്പോഴാണ് ഇനി ധൃതി പിടിച്ച് തിയേറ്ററിലേക്ക് ഓടണ്ട എന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് മികച്ച തിരക്കഥയും ക്വാളിറ്റിയും മേക്കിംഗ് കൊണ്ട് മലയാള സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ തിരികെ വിളിക്കുന്നത്. വിഷുവിന് മുമ്പേ ആടുജീവിതം എത്തിയെങ്കിലും വിഷു പെരുന്നാൾ സീസൺ കൂടി മുന്നിൽ കണ്ട് തന്നെയായിരുന്നു മാർക്കറ്റിംഗ്. സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നാൽ സീസൺ തൂക്കുമെന്ന് നിർമ്മാതാക്കൾക്ക് ഉറപ്പായിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ആടുജീവിതം ഉണ്ടാക്കിയ കുതിപ്പ്. വിഷു പുലരിയിലേക്ക് ചിത്രം കടക്കുന്നതിന് മുൻപേ തന്നെ 100 കോടി എന്ന മാന്ത്രിക നമ്പർ ചിത്രം കടന്നിരുന്നു. ആദ്യ ദിന കളക്ഷനിലും ചിത്രം ഗംഭീര കുതിപ്പ് നടത്തി. പെരുന്നാളും വിഷുവും കൂടി എടുക്കാൻ തുനിഞ്ഞിറങ്ങിയ ആടുജീവിതത്തിൻ്റെ ആഗോള കളക്ഷൻ 130 കോടി മറികടന്നിട്ടുണ്ട്. അങ്ങനെ ആടുജീവിതം തിയേറ്റർ നിറച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് അത്രയും ഹൈപ്പിൽ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും തിയേറ്ററിലെത്തിയത്. ആവേശം ഒട്ടും ചോരാതെ പ്രതീക്ഷിച്ച ഹൈപ്പിനോട് നീതി പുലർത്തി തന്നെ ഫഹദ് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും വാരിയത് 3.5 കോടിക്ക് മുകളിലാണ്. ആഗോള കളക്ഷൻ ആവട്ടെ 10.5 കോടി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി കളക്ഷനാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യ ദിനം നേടിയത്. എന്നാൽ ആഗോളതലത്തിലെ സിനിമയുടെ കളക്ഷൻ ആകട്ടെ 10.16 കോടിയാണ്. കൂടെ എത്തിയ ജയഗണേഷിൻ്റെ ആദ്യ ദിന കളക്ഷൻ 50 ലക്ഷമാണ്. ഇതോടെ മോളിവുഡ് മറ്റൊരു ചരിത്രം കുറിച്ചു. ഒറ്റ ദിവസത്തെ മോളിവുഡ് ചിത്രങ്ങളുടെ ആഗോള കളക്ഷൻ 25 കോടിക്ക് മുകളിലായി. കേരള ബോക്സ് ഓഫീസിൽ നേടിയത് 10 കോടിക്ക് മുകളിൽ. മലയാള ചിത്രങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത് റെക്കോർഡാണെങ്കിലും 2023 ഒക്ടോബർ 19 ദളപതി കേരള ബോക്സ് ഓഫീസിലിട്ട റെക്കോർഡ് മറികടക്കാൻ ആർക്കുമായിട്ടില്ല. അന്ന് ലിയോ കേരളത്തിലെ സ്ക്രീനിൽ നിന്നും വാരിയത് 12 കോടിയാണ്. അതിന് പിന്നിലാണ് മാർച്ച് 11. 2022 ഏപ്രിൽ 14 മൂന്നാം സ്ഥാനത്ത്. KGF-ഉം ബീസ്റ്റും അന്ന് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് വാരിയത് 8.5 കോടിയായിരുന്നു. ഇതിന് പിന്നിലാണ് പ്രേമലുവും ഭ്രമയുഗവും മഞ്ഞുമൽ ബോയ്സും തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഫെബ്രുവരി 25. അന്ന് ഈ ചിത്രങ്ങൾ ആകെ നേടിയത് 8 കോടിയാണ്. അതേസമയം മൾട്ടിപ്ലക്സ് തിയേറ്റർ ശൃംഖലയായ PVR ഐനോക്സിൻ്റെ രാജ്യത്തെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് മലയാള സിനിമ പുറത്തായത് കളക്ഷനിൽ വലിയ ഇടിവ് വരുത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ആടുജീവിതത്തിന് തന്നെയാണ്. നല്ല പ്രതികരണം നേടിയ ചിത്രത്തിന് വിഷു സീസണിൽ കളക്ഷനിൽ ഇടിവുണ്ടാവുക തന്നെ ചെയ്യും. 1.5 കോടി രൂപയിലധികമാണ് ഇപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ നഷ്ടം. മലയാളത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ സിനിമയ്ക്ക് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനുള്ള ഓട്ടത്തിനിടെയാണ് PVR ഗ്രൂപ്പ് ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് വിലക്ക് എന്ന പ്രാകൃത ശിക്ഷ വിധിക്കുന്നതെന്നാണ് സംവിധായകൻ ബ്ലെസ്സി പറഞ്ഞത്. ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലെയും മലയാള സിനിമകളുടെ ബുക്കിംഗാണ് PVR ഏപ്രിൽ 11 ബഹിഷ്കരിച്ചത്. ഡിജിറ്റൽ കണ്ടന്റ് പ്രൊജക്ഷനെ തുടർന്നുള്ള തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു തീരുമാനം. മലയാള സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന PVRന്റെ നിലപാടിനെതിരെ ഫെഫ്ക രംഗത്തെത്തിയിട്ടുണ്ട്. PVRനെ ബഹിഷ്കരിക്കാനാണ് ഫെഫ്കയുടെ തീരുമാനം. മലയാള സിനിമയ്ക്കുണ്ടായ നഷ്ടം നികത്താതെ മലയാള സിനിമകളൊന്നും PVRൽ പ്രദർശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഫെഫ്ക യൂണിയൻ. നഷ്ടം നികത്തിയില്ലെങ്കിൽ തെരുവിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും സംഘടന പറയുന്നുണ്ട്.